ഇന്നത്തെ നമ്മുടെ വീഡിയോ മോഡുലാർ കിച്ചൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് പ്ലഗ് പോയിന്റുകൾ, അതായത് പവർ ലൈനുകൾ നമുക്ക് ഏതൊക്കെ സ്പോട്ടിലായിട്ട് നമുക്ക് വെക്കാം, എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത് മുൻകൂട്ടി ചിന്തിച്ച് നമ്മൾ കൺസീലിംഗ് സമയത്ത് തന്നെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ്. എങ്കിൽ മാത്രമേ നമ്മൾ കബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കാൻ നേരത്ത് നമുക്ക് അതിനനുസരിച്ച് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. കറക്റ്റ് അളവിന് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പം കൺസീലിംഗ് സമയത്ത് തന്നെ നമ്മൾ കബോർഡ് വർക്ക് വരുന്നുണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മോഡുലാർ കിച്ചണായിട്ട് മാറുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്ക് ചെയ്യാൻ. ഇപ്പം കണ്ടില്ലേ, ഇപ്പം ഇത് നമ്മൾ ചെയ്തേക്കുന്നത് 2 സോക്കറ്റാണ്, 2 പവർ സോക്കറ്റ് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളത് വെച്ചേക്കുന്നത്. 8 മോഡ്യൂളാണ് വെച്ചേക്കുന്നത്. അപ്പോൾ 2 പവർ സോക്കറ്റും അതേപോലെ ഇതിൻ്റെ അകത്ത് സ്ട്രിപ്പും പോകാനുള്ള ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സ്ട്രിപ്പൊക്കെ കൊടുക്കാനാണ്. അപ്പോൾ അതിൻ്റെ സ്വിച്ച് കൺട്രോളും അവിടെയാണ് വരുന്നത്. അതേപോലെ തന്നെ നമുക്കൊരു മിക്സി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, മിക്സിയോ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഡക്ഷൻ കുക്കറോ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അവിടെ ഒരു 3 മോഡ്യൂളിൻ്റെ ഒരു പ്ലഗ് ബോക്സ് കൊടുത്ത് അതിനകത്ത് നമ്മളൊരു 16 ആമ്പിയറിൻ്റെ അതേപോലെ 20 ആമ്പിയറിൻ്റെ ഒരു സ്വിച്ചും സോക്കറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എടുത്തേക്കുന്ന എല്ലീസിൻ്റെ പ്രൊഡക്റ്റാണ് എടുത്തേക്കുന്നത്. അതായത് എല്ലീസിൻ്റെ E² ടൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. ലീഫ് എന്ന് പറയുന്ന മോഡലാണ്, E² അല്ല, ലീഫ് എന്ന് പറയുന്ന മോഡലാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. സോക്കറ്റും അതേപോലെ സ്വിച്ചും നമ്മൾ ഉപയോഗിച്ചേക്കുന്നത് അതാണ്. അപ്പം ഇത് ഒരു ഗ്രേ ടൈപ്പാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് മിക്സിക്കും ഇൻഡക്ഷൻ കുക്കിനും വേണ്ടിയിട്ടാണ് നമ്മൾ അതങ്ങനെ ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ ഈ സൈഡിൽ കൊടുത്തേക്കുന്നത് നമുക്ക് ഓവന് വേണ്ടിയിട്ടാണ്, ഓവൻ വെക്കാൻ വേണ്ടിയിട്ടൊരു ഓപ്ഷന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരു പ്ലഗ് പോയിൻറ്റ് കൊടുത്തേക്കുന്നത്. പക്ഷേ അതിൻ്റെ സോക്കറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ. സ്വിച്ച് കൺട്രോളിങ് വരുന്നത് ഇതിൻ്റെ മെയിൻ സ്വിച്ച് ബോർഡിലായിട്ടായിരിക്കും കൺട്രോൾ വരുന്നത്. അവിടെ ഒരു DP സ്വിച്ചാണ് വരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഒരു സോക്കറ്റ് മാത്രം നമ്മൾ വെച്ച് കൊടുത്തത്. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്ന എല്ലീസിൻ്റെ തന്നെയാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. 16 ആമ്പിയറിൻ്റെ ഒരു സോക്കറ്റാണ്, ഒരു പവർ സോക്കറ്റാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് 2 മോഡ്യൂൾ കൺസീലിംഗ് സമയത്ത് തന്നെ 2 മോഡ്യൂളിൻ്റെ ബോക്സ് നമ്മൾ വെച്ച് കൊടുത്തത്. അതേപോലെ നമ്മളിവിടെ എടുത്തേക്കുന്നത് വയർ ഉപയോഗിച്ചേക്കുന്നത് 2.5-ൻ്റെ ആണ്. ഓവൻ ആയതുകൊണ്ട് 2.5 ആണ്. 2.5-ൻ്റെ റെഡ് ഫേസും അതേപോലെ ബ്ലൂ ന്യൂട്രും ഗ്രീൻ 1.5 എർത്തുമായിട്ടാണ് നമ്മളിവിടെ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ നമുക്ക് 2 കാര്യങ്ങൾ അവിടെ യൂസ് ചെയ്യാം. അതായത് മിക്സിയും യൂസ് ചെയ്യാം, ഇൻഡക്ഷൻ കുക്കറും യൂസ് ചെയ്യാം, അതേപോലെ ഇവിടെ ഓവനും യൂസ് ചെയ്യാം. പിന്നെ എക്സ്ട്രാ ഒരു പവർ നമ്മൾ അവിടെ 2 എണ്ണം ഇട്ടേക്കുന്നത് ഈ പറയുന്ന മിക്സിയോ അല്ലെങ്കിൽ ഓവനോ നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ ആ ഏരിയ വെച്ച് നമുക്ക് വേണമെങ്കിൽ മിക്സി യൂസ് ചെയ്യാം. ഇങ്ങനെ വരെ വരണമെന്നുമില്ല. ഈ ഏരിയ വേണമെങ്കിൽ നമുക്കൊരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ ഏരിയ ആക്കി മാറ്റിയാൽ തന്നെയും നമുക്ക് അവിടെ മിക്സി യൂസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് വലിയൊരു കാര്യം. അപ്പം ഇത് കാരണം ഇത് ഡോറ് തുറന്ന് ഇങ്ങോട്ട് വരുന്ന ഭാഗത്ത് നമ്മൾ കിച്ചണിലോട്ട് കയറുമ്പം തന്നെ നമുക്ക് ഇവിടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് മിക്സിയോ അല്ലെങ്കിൽ ഇൻഡക്ഷൻ കുക്കറോ ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷന് വേണ്ടിയിട്ടാണ് 2 സോക്കറ്റിന് വേണ്ടി നമ്മളത് വെച്ചേക്കുന്നത്. അതേപോലെ തന്നെ അവിടെ നമ്മൾ ഇതേപോലൊരു 3 മോഡ്യൂൾ വെച്ചിട്ട് ഒരു പവറും 16 ആമ്പിയറിൻ്റെ സ്വിച്ച് സോക്കറ്റും 20 ആമ്പിയറിൻ്റെ സ്വിച്ചും വെച്ചേക്കുന്നത്. അതേപോലെ ആ എൻഡ് നമ്മൾ ഓവന് വേണ്ടി മാറ്റി വെച്ചതാണ്. അതുകൊണ്ടാണ് ആ ഏരിയ പോയത്. അപ്പോൾ ഈ 2 ഏരിയ നമുക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പം കബോർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ആ ഒരു ലെവല്, 2ൻ്റെ ലെവല് 3 ഇത് 2 ഫീറ്റാണ്. അപ്പോൾ ഈ 2 ഫീറ്റിൻ്റെ ഇടയ്ക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം 3 കഴിഞ്ഞ് 3 കഴിഞ്ഞ് 2 ഫീറ്റ് വരുന്ന ആ ഭാഗത്ത് നമുക്ക് കറക്റ്റ് സെൻട്രലൈസ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ബോക്സുകൾ സെറ്റ് ചെയ്ത് കൺസീലിംഗ് സമയത്ത് തന്നെ നമ്മളിത് ചോദിച്ച് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്ക് ഇതേപോലെ ബോക്സുകളും കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെക്കാൻ. അത് എങ്കിൽ മാത്രമേ ഫിനിഷിംഗ് സ്റ്റേജിൽ നമുക്ക് ഇതേപോലുള്ള കാര്യങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അതുപോലെ വൃത്തിയായിട്ട് നമുക്ക് ഇരിക്കുകയും ചെയ്യും. അപ്പം ഓവറായിട്ട് നമുക്ക് സോക്കറ്റുകളുടെ ആവശ്യകതകളൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രമാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അപ്പം ഇതിട്ട് വെച്ചേക്കുന്നത് നല്ലൊരു ഉചിതമായിട്ടൊരു കാര്യമായിരിക്കും. അതേപോലെ പവർ സ്വിച്ചും സോക്കറ്റുകളും ഇതിനു വേണ്ടി യൂസ് ചെയ്യണം. അതായത് ഇൻഡക്ഷൻ കുക്കറും ഓവനും മിക്സിയൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആണ് 16-ൻ്റെയും അതേപോലെ 20 ആമ്പിയറിൻ്റെയും നമ്മൾ സ്വിച്ചും അതേപോലെ സോക്കറ്റുകളും നമ്മൾ വെച്ചേക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഇങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെറ്ററായിട്ടൊരു നല്ലൊരു കാര്യമാണ്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.